ഹലോ ഡിയേഴ്സ്, നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ വന്നൊരു സാധനമാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ. അപ്പോൾ അത് നീറ്റ് എക്സാമിലാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം 2023 കൂടെ ഇതിന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല പാർട്ടുകളായിട്ട് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്ററിനെ തിരിച്ചിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ ഗ്രോത്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ആ ഗ്രോത്ത് മോഡൽസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കാണുന്ന പഠിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോർഷനാണ് നമ്മുടെ ഡിഫറൻസിയേഷന്റെ കൂടെ തന്നെ നമ്മൾ ഡെവലപ്മെന്റ് പഠിക്കുന്നു, പിന്നെയാണ് പ്ലാന്റ് ഹോർമോൺസിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പൊ ഇത്രയും പാർട്ടുകളായിട്ട് ഈ സാധനം തിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എല്ലാ വർഷവും ആ ഒരു ഫംഗ്ഷൻസിൽ നിന്ന് തന്നെ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിന്റെ ഫംഗ്ഷനിൽ നിന്ന് ഒരു 2 ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് അവർ ചൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത് നീറ്റ് എക്സാമിന് അല്ലേ. അപ്പൊ ഈ ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ ചോദ്യം ചോദിക്കാനുള്ള ചാൻസുകൾ എപ്പോഴും നല്ല ഹൈ ലെവലിൽ തന്നെയാണ് അല്ലേ. ഇതെങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ള കാര്യം, ഇത് എന്താണെന്നുള്ള കാര്യം ആ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നല്ല ടഫായി പോകും സംഭവം. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാനായിട്ട് നല്ല ചാൻസുകളുണ്ട്. അതൊന്ന് സിമ്പിൾ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം അത് എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഡിഫറൻസിയേഷൻ അല്ലേ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എടുത്തു എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അതായത് ഏതെങ്കിലും ഒരു സെല്ല് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂ എന്തു ആയിക്കോട്ടെ, അവരൊരു ഫംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ പറയുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ സൈലം ഉണ്ടാവുന്ന സൈലം എങ്ങനെയാണ് ഈ സൈലം ഉണ്ടാവുന്നത് നമുക്കറിയാം. അതായത് ആ ഒരു സെൽ ഡിവിഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇതൊരു പേരന്റൽ സെല്ല്. ആ ഒരു പേരന്റ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു പേരന്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നിന് ഡിവിഷൻ കിട്ടി, ഒന്നിന് ഡിഫറൻസിയേഷൻ ആണ് കിട്ടിയത്, ഇല്ലെങ്കിൽ ഒന്നിനൊരു ഫംഗ്ഷൻ ആണ് കിട്ടിയതെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സൈലം ഉണ്ടായിരിക്കുന്നതും ഫ്ലോയം ഉണ്ടായിരിക്കുന്നതും ഏതൊരു സാധനം ഉണ്ടാവുന്നതും ഫംഗ്ഷൻ എടുക്കാനുള്ള ആരും ഉണ്ടാവുന്ന ശരിക്കും പറഞ്ഞാൽ ഈ പേരന്റ് സെല്ലിൽ ഡിവിഷൻ നടന്നിട്ടാണ്. ഡിവിഷൻ നടന്നിട്ട് അവർ ഡിഫറൻഷിയേറ്റ് ആണ് ചെയ്തെന്നുണ്ടെങ്കിൽ അതൊരു സൈലമായിട്ട് മാറും. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സൈലമായിട്ട് മാറുന്നു. അപ്പോൾ ആ സൈലം അവരുടെ പിന്നെയുള്ള ആ ഒരു സൈറ്റോപ്ലാസ്റ്റിലുള്ള കാര്യങ്ങളുടെ എല്ലാം ആ ഒരു ആക്ടിവിറ്റീസ് കുറഞ്ഞിട്ട് അവർ ലിവിങ് കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് ആ വാക്യൂളൊക്കെ ഒന്ന് ചുരുങ്ങി എല്ലാം കൂടി ഇതായിട്ട് സെറ്റായിട്ട് അവരിൽ സെൽവാൾ ഫോർമേഷനും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അത് ലിവിങ് കണ്ടീഷൻ അങ്ങോട്ട് മാറുക. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ലിവിങ് കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് അവർ നോൺ ലിവിങ് കണ്ടീഷനിലേക്ക് മാറി അവരൊരു ഫംഗ്ഷൻ എടുത്തുകൊണ്ട് ഒരു ജോലിയും ചെയ്ത് സൈഡിൽ അങ്ങനെ ഒതുങ്ങി കൂടി പോകാനായിട്ട് പോവുകയാണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ പാരൻകൈമ, കോളൻകൈമ, അതുപോലെ തന്നെ സ്ക്ലീറൻകൈമ, ഈ പറഞ്ഞ എല്ലാവരും സൈലം, ഫ്ലോയം, സൈലം ആൻഡ് ഫ്ലോയം, ഈ പറഞ്ഞ എല്ലാവരും തന്നെ എന്താണ്? ഒരു ഫംഗ്ഷൻ എടുക്കുന്ന സെല്ലാണ്. അപ്പോൾ ഇവർക്കെല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് എന്താ? ഈ പ്രോസസ്സിനെല്ലാം പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എടുത്തു, അതിലൊരു കൺഫ്യൂഷനും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഏതെങ്കിലും സെല്ല് പിന്നെ നോൺ ലിവിങ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത സെല്ല് പിന്നെ അവർ ഡിവൈഡ് ചെയ്യാതെ ഒരു ഫംഗ്ഷൻ എടുത്തു. ഇവർ എന്താണ് ഫർദർ ഇനി ഇവർ ഡിവൈഡ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിഫറൻസിയേഷനിൽ പറഞ്ഞ് നിർത്തുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ ഡിഫറൻസിയേഷൻ എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയണം. യെസ്, ഇൻ സെർട്ടൈൻ കണ്ടീഷൻ, എപ്പോഴും ഒന്നും നടക്കുന്ന കാര്യമല്ല. ഒരു സെർട്ടൈൻ കണ്ടീഷൻസിൽ ഈ ഫംഗ്ഷൻ എടുത്ത ഡിഫറൻഷിയേറ്റഡ് സെല്ല് ഓർ ടിഷ്യൂ, അതായത് നോക്കിയേ, ഒരു ഫംഗ്ഷൻ എടുത്ത ആള് ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചു. എന്താണ്? ഇനി ഒരിക്കലും അവർ ഡിവൈഡ് ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മാറ്റി പറയുകയാണ്. ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത ചില സെല്ലുകൾ ഇല്ല ചില ടിഷ്യൂകൾ ചില സമയങ്ങളിൽ അവർ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എഗെയിൻ അവർ ഡിവൈഡ് ചെയ്താൽ എഗെയിൻ ഡിവൈഡിങ് എന്ന് നമ്മൾ എഴുതി വെക്കുവാണ്. ഡിഫറൻഷിയേറ്റഡ് സെൽ എഗെയിൻ ഡിവൈഡിങ്, അവർ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേര്, ആ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളുക. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. ആ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻസിയേഷനായി. ഫംഗ്ഷൻ എടുക്കുന്നവർ നോർമലി പിന്നെ ഡിവൈഡ് ചെയ്യാറേ ഇല്ല. ബട്ട് സെർട്ടൈൻ കണ്ടീഷൻസിൽ ഈ ഡിവൈഡ് ചെയ്ത ആള് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എടുത്ത ആള് അല്ലെങ്കിൽ ഈ ഡിഫറൻഷിയേറ്റ് ആയ ആള് എഗെയിൻ ഡിവൈഡ് ചെയ്യും. സാധാരണ ചെയ്യാറില്ല, പക്ഷെ ചെയ്താൽ, ഇനി എങ്ങാനും ചെയ്താൽ അതിന് പറയുന്ന പേരാണെന്ത്? ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ പറയുക. യെസ്, അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. പാരൻകൈമ സെൽസ് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയ്ക്കുള്ള പാരൻകൈമ സെൽസ് സെർട്ടൈൻ കണ്ടീഷനിൽ ഇറ്റ് സ്റ്റാർട്ട് ഡിവൈഡ്.
ഇറ്റ് സ്റ്റാർട്ട് ഡിവൈഡ്. ചില പാരങ്കൈമ സെല്ലുകൾ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പാരങ്കൈമ സെല്ലുകൾ അവർ എഗെയിൻ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നേരെ വാസ്കുലാർ കേമ്പിയം എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാകും. വാസ്കുലാർ കേമ്പിയം. അപ്പൊ നോക്കിയേ, സെർട്ടൈൻ കണ്ടീഷൻസിൽ പാരങ്കൈമ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് വാസ്കുലാർ കേമ്പിയം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീ ഡിഫറൻസിയേഷൻ എന്താണെന്ന് അറിയണ്ടേ? ഈ വാസ്കുലാർ കേമ്പിയത്തിന് ഒരു ന്യൂ ഫംഗ്ഷൻ കിട്ടി. ഒരു ന്യൂ ഫംഗ്ഷൻ എന്നല്ല, അവർക്ക് ഒരു ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, അപ്പൊ റീ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഫംഗ്ഷൻ. അതായത് എഗെയിൻ ഫംഗ്ഷൻ എന്നാണ് മീനിങ്. ഇവിടെ ന്യൂ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണ്ടേ? ഇറ്റ് കട്ട് സൈലം ഇൻസൈഡ് ആൻഡ് ഫ്ലോയം ഔട്ട്സൈഡ്. ടു കട്ട് സൈലം ഇൻസൈഡ് ആൻഡ് ഫ്ലോയം ഔട്ട്സൈഡ് ആണ് ഇവർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുക. മനസ്സിലായോ? അപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരാൾക്ക് ഒരു ജോലി ഏൽപ്പിച്ചു, ഒരു ജോലി നമ്മൾ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാം, നമ്മൾ ഒരാൾക്ക് ഒരു ക്ലാസ് ലീഡറായിട്ട് നമ്മളൊരു ജോലി കൊടുത്തു. അപ്പോൾ അയാൾക്ക് ആ ജോലി കൊടുത്തതിനെ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. യെസ്, ഓക്കെ. അപ്പോൾ ആ ഡിഫറൻസിയേഷൻ കൊടുത്ത് അയാൾ ഒരു ലീഡറായിട്ട് അവിടെ നിൽക്കുകയാണ്, ഒരു ഫംഗ്ഷനെ കിട്ടി അവരങ്ങനെ നിൽക്കുകയാണ്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് അറിയാവോ? ഇവരുടെ ആ ഒരു കഴിവുകളൊന്നും അത്ര റെഡി ആയിട്ടല്ലാത്തൊരു കണ്ടീഷൻ വന്നു. നമ്മൾ ഇവരെ ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചേക്കാണ്. നമ്മളിവിടെ ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പം മാറ്റാൻ നേരെ സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? ആ മാറ്റാനെടുത്ത പ്രോസസ്സിനാണ് നമ്മൾ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുക. യെസ്, ഇനി അവർക്ക് ലീഡർ സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ വേറൊരു ജോലി കൊടുത്തു. എന്താണെന്നറിയാവോ? അവിടെ ഈ ക്ലാസ്സിലുള്ള ബുക്സ്, റെക്കോർഡ് ബുക്കുകളൊക്കെ, വരയ്ക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് ടീച്ചറിന് കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ഈ ലീഡറിനെ അസിസ്റ്റന്റ് ചെയ്യുന്ന ചെറിയൊരു ജോലിയാണ് കൊടുത്തത് നമ്മൾ വിചാരിക്കുക അല്ലേ? അപ്പം ആ ജോലി കൊടുത്തപ്പോൾ പുതിയൊരു ജോലിയാക്കി കിട്ടി. അപ്പം ലീഡർ സ്ഥാനത്തിരുന്ന അയാളുടെ ആ ഒരു ലീഡർ സ്ഥാനം മാറ്റിയതിനെ നമ്മൾ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നു. അയാൾക്ക് കിട്ടിയ പുതിയ ജോലിക്ക് നമ്മൾ എന്ത് പറയുന്നു? റീ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് കാര്യം. എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പാരങ്കൈമ സെൽസ് അല്ലെങ്കിൽ വാസ്കുലാർ കേമ്പിയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട്. അപ്പം ഡി ഡിഫറൻസിയേഷൻ ആണോ, റീ ഡിഫറൻസിയേഷൻ ആണോ എന്നൊക്കെ ആയിരിക്കും അവിടെ ഓപ്ഷൻ വരിക അല്ലേ? അപ്പം അത് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഫംഗ്ഷൻ കിട്ടി, എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, റീ ഫംഗ്ഷൻ കിട്ടി. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് സെറ്റ് ആകും. റെഡി ആണല്ലോ? അപ്പം ഇങ്ങനെയുള്ള മോർ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.